ബാക്കി ചലമ്പിച്ചു പോയിരുന്നു. ഞാൻ ഊഹിച്ചിട്ട് അതിനൊരു മറുപടി പറയുകയാണ്. ആ മറുപടിയിലേക്ക് കടക്കുമ്പോൾ ആദ്യം എനിക്ക് സൂചിപ്പിക്കാനുള്ളത്, ഇപ്പൊ ഇവിടെ കോൺഗ്രസിന്റെ പ്രതിനിധിയായിട്ട് പ്രത്യക്ഷപ്പെട്ട ഒരാൾ, ഏതായാലും ഒരു കാര്യത്തിൽ സന്തോഷമുണ്ട്, കോൺഗ്രസിന്റെ നാലാളറിയുന്ന ഒരു നേതാവും ഈ വഷളത്തരത്തെ ന്യായീകരിക്കാൻ വേണ്ടി സ്റ്റുഡിയോയിൽ വന്നിട്ടില്ല. അതിനുള്ള അസാധാരണമായ ചർമ്മബലമുള്ളവർ കോൺഗ്രസിൽ വളരെ കുറവാണ് എന്നത് വളരെ സ്വാഗതാർഹമായ ഒരു കാര്യമാണ്. മസ്തിഷ്കത്തിൽ മാലിന്യം പേറി നിൽക്കുന്ന ഒരു അല്പൻ, മൺമറഞ്ഞു പോയ ഒരു മഹാരഥനായ നേതാവിനെതിരായിട്ട് ആരോപണം ഉന്നയിക്കുകയല്ല ചെയ്യുന്നത്. നമ്മളൊക്കെ എത്ര ആരോപണം കേട്ടിട്ടുള്ളവരാണ്. എന്താ പറയുന്നത്? ബാലപീഡനം നടത്തി, അല്ലേ? അങ്ങനെയല്ലേ പറയുന്നത്? ഈ വന്നിരിക്കുന്ന കോൺഗ്രസ് നേതാവ് തെളിയിക്ക്, ബാലപീഡനം നടത്തിയോ? എന്തടിസ്ഥാനത്തിലാണത് പറയുന്നത്? അതിനെക്കുറിച്ച് പ്രതിഷേധം ഉയർന്നു വന്നപ്പോ ആ നേതാവ് മറ്റൊരു വിശദീകരണം കൊടുക്കുന്നു. അതിൽ AKGയുടെ ആത്മകഥയിലെ ഭാഗം തെറ്റായിട്ട് ഉദ്ധരിക്കുകയാണ്. അത് MLA എഴുതിയ ആത്മകഥയാണ്, AKG എഴുതിയതല്ല. അപ്പൊ കളവ് പറയുകയാണ്. കള്ളം പറയാൻ മടിയില്ലാത്ത, എന്ത് ഹീനകാര്യവും പറയാൻ മടിയില്ലാത്ത ഈ കാലഘട്ടത്തിൽ നിരോധിക്കപ്പെടേണ്ട ഒരു മനുഷ്യനാണ് ഈ പറയപ്പെട്ട MLA. അയാൾ ഇങ്ങനെ ഒരു ആരോപണം ഉന്നയിക്കുമ്പോൾ ഇവിടെ കോൺഗ്രസ് നേതാവ് പറയാണ് അതൊരു ചെറിയ കാര്യമല്ലേ എന്ന്. എത്ര അപഹാസ്യമാണിത്! ഈ ചർച്ച കേൾക്കുന്ന കോൺഗ്രസ് സുഹൃത്തുക്കൾ ഇതിനോട് യോജിക്കുമോ? ഇത് ചെറിയ കാര്യമാ? ഞാൻ തുടക്കത്തിൽ സൂചിപ്പിച്ചു, മഹാത്മാഗാന്ധി ബാലപീഡനം നടത്തി എന്ന് ഒരാൾ പറഞ്ഞാൽ അത് ചെറിയ കാര്യമാണെന്ന് നിങ്ങൾ പറയുമോ? പണ്ഡിറ്റ് നെഹ്റു ബാലപീഡനം നടത്തി എന്നൊരാൾ പറഞ്ഞാൽ അത് ചെറിയ കാര്യമാണെന്ന് നിങ്ങൾ പറയുമോ? അത് ചെറിയ കാര്യമല്ല, ചിന്തിക്കാൻ പാടില്ലാത്തതാണ്, ഹീനമാണ്. AKG ആരാണെന്ന് അറിയില്ലെങ്കിൽ പറഞ്ഞു കൊടുക്കണം. ഗുരുവായൂർ സത്യാഗ്രഹം പറഞ്ഞു കൊടുക്കണം. അമരാവതി സമരം പറഞ്ഞു കൊടുക്കണം. കോൺഗ്രസിന്റെ എത്രയോ നേതാക്കന്മാർ എത്ര ബഹുമാനത്തോടെയാണ് AKGയെ കാണുന്നത്. അതിനെക്കുറിച്ച് ചർച്ച ചെയ്യുമ്പോഴാണ് മറ്റു പല വിഷയങ്ങളും പറയുന്നത്. അതാണ് നിങ്ങൾ എന്നോട് ചോദിച്ചത് എന്നാണ് ഞാൻ ഊഹിക്കുന്നത്. അത് പ്രധാനമന്ത്രിയെ വിമർശിച്ചതും മറ്റുമായിട്ടുള്ള കാര്യങ്ങളാണ്. ഞാനൊന്ന് ചോദിക്കട്ടെ, ഇതിനോട് ചേർത്ത് വെച്ച് പറയാവുന്നതാണോ ഇക്കാര്യം? ഏത് വിഷയവും നമുക്ക് ചർച്ച ചെയ്യാം. നമ്മുടെ വർത്തമാനകാല രാഷ്ട്രീയത്തെ ഏതെങ്കിലും തരത്തിൽ പുറകിലേക്ക് നയിക്കുന്ന പദപ്രയോഗങ്ങളെക്കുറിച്ചോ അഭിപ്രായ പ്രകടനങ്ങളെക്കുറിച്ചോ നമുക്ക് ചർച്ച ചെയ്യാം. ഞാനതിന് തയ്യാറാണ്. ഈ അടുത്ത ദിവസമാണല്ലോ ബഹുമാന്യനായ കോൺഗ്രസിന്റെ പാർലമെന്റ് അംഗം MI ഷാനവാസ് CPMന്റെ സംസ്ഥാന സെക്രട്ടറിയുടെ മുഖത്തെക്കുറിച്ച് ഒരു ആരോപണം നടത്തിയത്, ഇല്ലേ? നമ്മളിതെങ്ങനെ ചർച്ച ചെയ്തിട്ടില്ലല്ലോ. എന്തുകൊണ്ടാണ്? ആക്ഷേപഹാസ്യ രീതിയിലും ഒരു ഇച്ചിരി കടന്ന രീതിയിലുമൊക്കെ നിലവിൽ പ്രവർത്തന രംഗത്തുള്ള നേതാക്കന്മാർ അങ്ങോട്ടും ഇങ്ങോട്ടും പലതും പറഞ്ഞിട്ടുണ്ട് കേരളത്തിൽ. ഞാൻ അതിനൊന്നും ന്യായീകരിക്കുന്ന ആളല്ല, സ്വാഗതം ചെയ്യുന്ന ആളുമല്ല. പക്ഷേ അത്തരത്തിലുള്ള ആരോപണങ്ങളോ പ്രത്യാരോപണങ്ങളോ കളിയാക്കലുകളോ ഒക്കെ വരുമ്പോൾ അതിന് മറുപടിയും പറഞ്ഞ് അവസാനിക്കുകയാണ് പതിവ്. ഇതാണോ 40 കൊല്ലം മുൻപ് നമ്മെ വിട്ടുപോയൊരു നേതാവ്, കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായി നമ്മളെല്ലാം ആദരിക്കുന്ന ഒരു മനുഷ്യൻ, കേരളത്തിന്റെ ഒരു സ്വത്തല്ലേ AKG? പനമ്പള്ളി ഗോവിന്ദമേനോനെ കുറിച്ച് പറയുമ്പോൾ നമ്മൾ രാഷ്ട്രീയം നോക്കാറുണ്ടോ? VK കൃഷ്ണമേനോനെ കുറിച്ച് പറയുമ്പോൾ രാഷ്ട്രീയം നോക്കാറുണ്ടോ? ഗാന്ധിജിയെ കുറിച്ച് പറയുമ്പോൾ രാഷ്ട്രീയ വിയോജിപ്പ് പറയാറുണ്ടോ? നിങ്ങൾ അന്തസ്സായിട്ട് രാഷ്ട്രീയ വിയോജിപ്പ് പറ, നിങ്ങളുടെ സമീപനം പറ. നിങ്ങൾ രാഷ്ട്രീയമായി ചർച്ച ചെയ്യേ. അതിന് പകരം തോന്നിയാസം വിളിച്ചു പറയുക, എന്നിട്ട് അതിനെ ന്യായീകരിക്കാൻ കുറെ എണ്ണം ഇറങ്ങിയിരിക്കുകയാണ്. കൂടുതൽ പറയിപ്പിക്കും.